അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള രണ്ടാമത്തെ പാർട്ടിൻ്റെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്നതായ ചിത്രം എല്ലാവർക്കും പരിചയമുള്ള ചിത്രമാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ കണ്ണട എന്നുള്ളത്. ഇത് അധികരിച്ചും പ്രായമുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചെറിയ കുട്ടികളടക്കം തലവേദനയുള്ളവരും അതേപോലെ തന്നെ കാഴ്ചക്കുറവുള്ളതായ കുട്ടികൾ വരെ വെക്കാറുണ്ട്. ഈ കണ്ണടക്ക് പറയുന്നതായ അറബിയിൽ പറയുന്ന പേരാണ് നല്ലാറ. എന്ത് പറയും? നല്ലാറ. ഈ ലാ എന്നുള്ള അക്ഷരം ഇതിനേക്ക് അലിഫ് ചേർത്ത് കൊടുക്കുകയും മുകളിൽ ഒരു ശബ്ദം ഇട്ട് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ലാ നല്ലാറ. എങ്ങനെ വായിക്കാം? നല്ലാറ. ഓക്കെ അല്ലേ? ഇതിൻ്റെ താഴെ ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കാം. ലാഹിറുൻ ലാഹിറുൻ, ഹുലൂലുൻ ഹുലൂലുൻ, നളീറുൻ നളീറുൻ, ഫലൻ ഫല്ലൻ, ഫലുൻ ഫല്ലുൻ, ഫലിൻ ഫല്ലിൻ, ലാ ലൂ ലീ ലൻ ലുൻ ലിൻ. അപ്പം ലാ എന്നുള്ളതായ അക്ഷരത്തിലേക്ക് അലിഫ് ചേർത്തിയപ്പോഴാണ് ലാഹിനെ നമ്മൾ നീട്ടി വായിക്കേണ്ടത്. ലമ്മ വരുന്ന സമയത്ത് വാവ് ചേർത്തിയിട്ട് നീട്ടുന്നതാണ് ലൂ. ലാ എന്നുള്ള അക്ഷരത്തിന് കെസർ കൊടുക്കുകയും യാഗ് ചേർത്തിയപ്പോൾ ലീ ലാ ലൂ ലീ. ഓക്കെ അല്ലേ? ഒന്നുകൂടി മൊത്തത്തിൽ വായിക്കൂ. നല്ലാറ ലാഹിറുൻ ഹുലൂലുൻ നളീറുൻ ഫല്ലൻ ഫല്ലുൻ ഫല്ലിൻ, ലാ ലൂ ലീ ലൻ ലുൻ ലിൻ. ഇത് ആവർത്തിച്ച് കൂടുതൽ സമയം വായിക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ പേജ് മറിച്ച് കഴിഞ്ഞാൽ നഖ്റ വായിക്കുക. ഹ ലൻ ഹല്ലൻ, ഹ ലുൻ ഹല്ലുൻ, ഹ ലിൻ ഹല്ലിൻ, ഹല്ലൻ ഹല്ലുൻ ഹല്ലിൻ. നക്തുബു കലിമത്തൻ ബിൽ ഹുറൂഫിൽ ആതിയ. താഴെ പറയുന്ന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ എഴുതുക. സ്വാദ്, ലാദ്, ത്വാ, ലാദ്. 4 അക്ഷരങ്ങളാണ് ഇവിടെയുള്ളത്. സ്വാദ് കൊണ്ട് തുടങ്ങുന്ന ഒരു പദമാണ്, കലിമത്താണ് സ്വബിറുൻ. ലാദ് കൊണ്ട് തുടങ്ങുന്നത് ലറബ ലറബ. ത്വാ കൊണ്ട് തുടങ്ങുന്നത് തിഫ്ലുൻ തിഫ്ലുൻ. ലാ കൊണ്ട് തുടങ്ങുന്നത് ലബിയുൻ ലബിയുൻ. നല്ല വൃത്തിയിലായി എഴുതുക. ഇതിൻ്റെ താഴെ ഭാഗത്ത് നക്തുബ് എഴുതുക. സ്വാബിറുൻ അലാഅ, തായിറുൻ ഹുലൂലുൻ ഹല്ലുൻ. ഇതേപോലെ എഴുതാം. സ്വാബിറുൻ അലാഅ തായിറുൻ ഹുലൂലുൻ ഹല്ലുൻ എന്ന് നല്ല വൃത്തിയായി എഴുതേണ്ടതാണ്. നക്തശിഫു ലാ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ലാ എന്നുള്ളതായ അക്ഷരത്തിനെ വെളിവാക്കണം. ഇവിടെ ഞാൻ ചില പദങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചതായ പുസ്തകമായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ലാ എന്നുള്ളത് യലുന്നൂന. ഇത് ഖുർആനിൽ വന്ന ഓരോ പദങ്ങളാണ്. യലുന്നൂന എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ലാ എന്നുള്ള അക്ഷരമുള്ളത്. മഹ്ലൂറൻ, ഇവിടെയാണ് ലാ എന്നുള്ള അക്ഷരമുള്ളത്. മുസ്ലിമൻ, തലാഹറൂന,
ലാ തദ്ലിമൂന ഹല്ലിൻ അലീമിൻ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ലോയനയ്ക്ക് വൃത്താകൃതിയിലുള്ളതായ അടയാളങ്ങൾ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പാഠം നല്ല രീതിയിൽ കൂടുതൽ സമയം വായിക്കുകയും നല്ലോണം എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.